ഹലോ ഗൈസ്, അപ്പോൾ എല്ലാ മച്ചാന്മാർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഒരു ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാം. അതിനുവേണ്ടി നമ്മൾ റൈസൊക്കെ എടുത്ത് നമുക്ക് കഴിവ് റെഡിയാക്കി എടുക്കാം. നമ്മൾ അരിയെല്ലാം നന്നായിട്ട് കഴിവെടുത്തതിന് ശേഷം നമുക്ക് അതേപോലെ കലത്തിൽ വെള്ളം തിളച്ച് വരുമ്പോൾ അതിലേക്ക് കുറച്ച് പട്ട ഗ്രാമ്പു ഇട്ടതിന് ശേഷം കുറച്ച് ഉപ്പൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് നമ്മൾ റൈസ് ഇട്ട് കൊടുത്ത് നമുക്ക് അടച്ച് വയ്ക്കാം. അപ്പോൾ റൈസ് ആവുന്നത് വരെ നമുക്ക് ഇതിൻ്റെ വെജീസ് എല്ലാം നമുക്ക് അരിഞ്ഞെടുക്കാം. ഇത് ക്യാരറ്റ്, സ്പ്രിംഗ് ഓണിയൻസ്, ക്യാപ്സിക്കം, സവാള എല്ലാം വേണം ഇതിന്. ക്യാരറ്റൊക്കെ നമ്മൾ ഇതേപോലെ നമുക്ക് കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞ് മാറ്റി വയ്ക്കാം. ഒരുപാട് വെജീസൊന്നും ആവശ്യമില്ല, നമ്മളെ കയ്യിലുള്ളത് മാത്രം മതി. സ്പ്രിംഗ് ഓണിയൻസ്, സവാളയുടെ ഇലയാണ് സ്പ്രിംഗ് ഓണിയൻസ്. നന്നായിട്ട് അരിഞ്ഞ് മാറ്റി വയ്ക്കാം. നമ്മൾ അരിയൊക്കെ ഇവിടെ നന്നായിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ചോറ് നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളെ ചട്ടിയിലിട്ടിട്ട് നമ്മളെ ഫ്രൈഡ് റൈസിന് വേണ്ടിയിട്ടുള്ള വെജീസ് എല്ലാം നമുക്ക് ഇങ്ങനെ എണ്ണയിലിട്ട് വരട്ടിയെടുക്കാം. നന്നായിട്ട് ഇളക്കി വരട്ടിയെടുക്കാം. നല്ല കാറ്റുണ്ട് ഇവിടെയൊക്കെ, അതുകൊണ്ടാണ് നല്ല കാറ്റാണ്. വീഡിയോ ഷൂട്ട് ചെയ്യാൻ വലിയ പാടായിരുന്നു. അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാവരും ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുത്. ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് ക്യാപ്സിക്കമാണ്. നമ്മളിതിൽ ക്യാബേജിൻ്റെ കാര്യം പറയാൻ മറന്നുപോയി. ഇപ്പോൾ ക്യാബേജ് കൂടെ ആഡ് ചെയ്യണം കേട്ടോ. ക്യാബേജിൻ്റെ കാര്യം കാണിക്കാനും മറന്നുപോയി, ക്ഷമിക്കുക. നമുക്ക് കണ്ടെന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി വരട്ടിയെടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടെ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് റൈസിലിട്ടാൽ നന്നായിരുന്നു. അപ്പോൾ ഇതിലിട്ടാലും മതി. കുറച്ച് ഉപ്പ് ആഡ് ചെയ്തെടുക്കാം. ഉപ്പും കൂടെ ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കിയെടുക്കാം. പിന്നെ എണ്ണ ഒഴിക്കുമ്പോൾ എണ്ണയിൽ വേണമെങ്കിൽ നമുക്ക് ഡാൽഡയും കൂടെ മിക്സ് ചെയ്തിട്ട് ഒഴിക്കാവുന്നതാണ്. ഡാൽഡ വേണമെങ്കിൽ നമുക്ക് ഇതിലേക്ക് മിക്സ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമ്മൾ ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഇളക്കി നന്നായിട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഒരു തക്കാളിയും കൂടെ നമുക്ക് ആഡ് ചെയ്യാം. തക്കാളി നേരത്തെ ഇടാൻ മറന്നു, അതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഇപ്പോഴിട്ടാലും മതി തക്കാളി ഇതേപോലെ ഒന്ന് ചെറുതായിട്ട് അരിയണമെന്നില്ല. തക്കാളി ഇതേപോലെ ആയാലും മതി, കുഴപ്പമൊന്നുമില്ല. നന്നായിട്ട് ഇളക്കിയെടുക്കാം. ഇതിനുള്ള 3 മുട്ട എടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് പൊട്ടിച്ചിട്ട് ഒഴിച്ച് ഈ നടുക്ക് ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് കുറച്ച് നേരം ഒന്ന് വേവുന്നവരെ വെയിറ്റ് ചെയ്യുക. അല്ലെങ്കിൽ അതിൻ്റെ ഒരു കടിക്കാനൊന്നും മുട്ടയുടെ പീസ് നമുക്ക് കടിക്കാൻ കിട്ടത്തില്ല, അതുകൊണ്ടാണ്. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇതേപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ റൈസ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിന് ഇത്തിരി കളർ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത്തിരി മഞ്ഞപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. മഞ്ഞ കളർ വേണമെങ്കിൽ മതി, ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമ്മൾ റൈസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. റൈസൊക്കെ നമ്മൾ ഒരുപാട് റൈസങ്ങ് വേവിച്ച് കളയണ്ട. നമ്മൾ ഈ ഒരു മീഡിയം കുക്ക് മതി. ഒരുപാട് ഇട്ട് വേവിച്ച് കളഞ്ഞാൽ നമ്മൾ ഇതിലേക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ നേരത്ത് പ്രശ്നങ്ങളുണ്ടാവും. ആദ്യമെല്ലാം നമുക്ക് ഇട്ടിട്ട് റെഡിയാക്കി എടുക്കാം. നമ്മളെ ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. മിക്സ് ചെയ്തെടുത്ത് നമ്മൾ ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഫ്രൈഡ് റൈസിൻ്റെ കൂടെ നമ്മൾ ചിക്കൻ 65 കൂടെ മേക്ക് ചെയ്യുന്നുണ്ട്. ചിക്കൻ 65-ന് വേണ്ടി നമുക്കൊരു ആദ്യം ഒരു മസാലക്കൂട്ട് റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് കുരുമുളക്, മല്ലിപ്പൊടി,
മുളക് പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, മുളക് പൊടി വേണമെങ്കിൽ നമുക്ക് കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ ആഡ് ചെയ്യാം. ഇവിടെ കാശ്മീരി ചില്ലി പൗഡറാണ് ഇടുന്നത്. എന്നാലും നമുക്ക് നല്ല കളർ കിട്ടും. ചിക്കൻ 65 നല്ല കളർ ആവശ്യമാണ്, അതുകൊണ്ടാണ് അങ്ങനെ ഇടുന്നത്. കാശ്മീരി ചില്ലി പൗഡറിന് പൊതുവേ എരി കുറവായിരിക്കും, അതുകൊണ്ട് നമുക്ക് ഒരുപാട് ആവശ്യത്തിനനുസരിച്ച് ഇടാം. പിന്നെ നമ്മുടെ കോൺഫ്ലവർ ആഡ് ചെയ്തെടുക്കാം. എന്നിട്ട് കുറച്ച് ഉപ്പൂടെ ആഡ് ചെയ്ത് നമ്മൾ ചിക്കൻ ഇട്ട് നന്നായിട്ട് മസാലകളോട് ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്കിത് ചട്ടിയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. നന്നായിട്ട് കണ്ട് ഇതേപോലെ മിക്സ് ചെയ്തെടുത്ത് ചട്ടിയിലോട്ട് കുറച്ച് എണ്ണ ഒഴിച്ച് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണ ഒഴിക്കുവാണെങ്കിൽ കുറച്ച് കറിവേപ്പിലൂടെ ഇട്ടിട്ട് വേണം പൊരിച്ചെടുത്താൽ. നമ്മളെ ചിക്കനൊക്കെ നല്ല കളറുണ്ട്. ഇങ്ങനത്തെ ഒരു കളർ വരുമ്പോഴാണ് നമ്മളുടെ കാണാനൊക്കെ നല്ല ഭംഗിയുള്ളത്. നമ്മളെ ചിക്കൻ ഇപ്പം റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇവിടെയുള്ള കുറച്ച് കുട്ടികൾക്ക് നമുക്ക് ഫ്രൈഡ് റൈസ് ഇട്ട് കൊടുക്കാം. റൈസൊക്കെ നല്ലപോലെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ചിലയിടത്തൊക്കെ നോക്കിയാൽ കാണാം നമ്മളെ എഗ്ഗിൻ്റെയൊക്കെ പീസ് പോലെ വന്നിട്ടുള്ളത്. നല്ല ഭംഗിയാണ് കാണാനൊക്കെ. ഫസ്റ്റ് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നമ്മളെ റൈസൊക്കെ നല്ല അടിപൊളിയായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട്. നല്ല രസമുണ്ട്. ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നല്ല മണം ഉണ്ടായിരുന്നു കേട്ടോ, നല്ല അടിപൊളി മണം ഉണ്ടായിരുന്നു. ആ എഗ്ഗിൻ്റെയും പിന്നെ ഡാൽഡയുടെ മണം ഇപ്പോഴും എടുത്തറിയുന്നുണ്ട്. നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ആ വെജീസൊക്കെ നന്നായിട്ട് നമുക്ക് എടുത്തറിയാം, അതുകൊണ്ടാണ് നമ്മൾ നല്ല ഇതായിരുന്നു. ചിക്കൻ്റെ മുകളിൽ നല്ല കോട്ടിങ് പോലെ വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ കോൺഫ്ലവർ ആഡ് ചെയ്തുകൊണ്ട് അത് നല്ല ടേസ്റ്റായിരുന്നു. ആ കോൺഫ്ലവറിൻ്റെ ആ ഇതുകൂടെ ഇതായിട്ട് വന്നിട്ടുണ്ട്. ആ കോട്ട് മാത്രം എടുത്തിട്ട് നമുക്ക്